അസ്സലാമു അലൈക്കും, നമസ്കാരം. ദിൽഷാദാണേ. ഇപ്പം ഞാൻ ഇന്നുള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് ഊബർ തുടങ്ങിയിട്ട് ഒരു വർഷത്തിന് മേലെ ആയെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നലെ തൊട്ട് ഞാൻ ഓടാൻ തുടങ്ങി. എൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ വണ്ടി നന്നാക്കിയെടുത്ത് ഇന്നലെ ഓടാൻ തുടങ്ങി. ഇന്നലെ ഞാൻ കോഴിക്കോട് ഓടിയത് വെറും 1245 രൂപക്കാണ്. പിന്നെ ഞാൻ രാവിലെ വന്നു, 5 മണി മുതൽ ഓണാക്കിയിട്ട് കുത്തിരിക്കുക. പക്ഷേ ഇതുവരെ ഒരു രൂപ പോലും ഓടിയിട്ടില്ല, അടിക്കുന്നില്ല. ഫുള്ള് കളം കാലിയായി കിടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോൻ്റെ തുടർച്ചയായിട്ടാണ് ഞാനിപ്പോൾ ഇടുന്നത്. ഈ ഊബറിൽ എങ്ങനെ എടുത്ത് അല്ലെ ഓൺലൈൻ ടാക്സി മേഖലയിലേക്ക് ഒരാൾ കടന്നു വന്നാൽ അയാൾക്ക് അതുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ? തീർച്ചയായും വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അത് ഓട്ടം ഉണ്ടെങ്കിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. വെറും ഊബർ മാത്രം ഓടിക്കൊണ്ടും വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മളെ കേരളത്തിൻ്റെ തന്നെ ആപ്പായ കേരള സവാരി, റാപ്പിഡോ, അപ്പോൾ ഒരുവിധം എല്ലാ ആപ്പുകളും നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. നമുക്ക് ഒരു ഡെയിലി ഒരു 3000 രൂപയെങ്കിലും നമുക്ക് ആക്കി എടുക്കണമെങ്കിൽ. പിന്നെ പറഞ്ഞാൽ നമ്മളത് ഓടുമ്പോൾ, ഊബർ ഓടുമ്പോൾ രാവിലെ ഒരു 5 മണി മുതൽ ഒരു 10 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ ഒരു 12 മണി വരെ ഓടുകയാണെങ്കിൽ എങ്ങനെയായാലും വരുമാനം ഉണ്ടാക്കാൻ പറ്റും. 5000 റുപ്യ ഓടുന്നവരൊക്കെ ഉണ്ട് കേട്ടോ, നല്ലോണം ഓടുന്നവരുണ്ട്. പക്ഷെ ഇപ്പം ഈ ഫെബ്രുവരി മാസം മുതൽ മാർച്ച് മാസം വളരെ ഡൗൺ ആണ്. ഊബർ, റാപ്പിഡോ, കേരള സവാരി ഒന്നിലും അടിക്കുന്നില്ല. അപ്പോൾ ഒരു രക്ഷയില്ല, പറ്റ അബദ്ധമാണ്, ഓട്ടം കുറവാണ്. അപ്പോൾ ഈ വണ്ടി എടുത്ത് വരുന്നവർ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വണ്ടി കിട്ടും. അപ്പോൾ വാഗനാർ അല്ലെ ടാക്സി ഏത് വാഹനമാണെങ്കിൽ നമുക്ക് റെൻറ്റിന് എടുക്കാം. ഡെയിലി 800, 1000, 900 അങ്ങനെ റേഞ്ചിൽ നമുക്ക് വാഗനാറുകൾ റെൻറ്റിന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കമ്മീഷൻ വ്യവസ്ഥയിലും ഫ്ലീറ്റായിട്ടും വണ്ടി കിട്ടും. ഫ്ലീറ്റായിട്ട് കിട്ടുമ്പോൾ 60x40 അങ്ങനെയാണ് കണക്ക്. 40% ഓണറിനും 60% ഓടുന്ന ഡ്രൈവർക്ക് എന്നുള്ള രീതിയിലും നമുക്ക് ഊബർ ഓടാൻ വണ്ടി കിട്ടും. അപ്പോൾ ആ വണ്ടി ഊബറിൽ അറ്റാച്ച് ചെയ്താൽ തരിക. ഊബർ മാത്രം ഓടാനാണ്, വേറെ ഒന്നും ഓടാനാവില്ല. പിന്നെ റെൻറ്റിനെടുക്കുന്ന നമുക്ക് എല്ലാത്തിലും ഓടാൻ പറ്റുമെന്ന് തോന്നുന്നു, അറിയാല. പിന്നെ നമ്മൾക്ക് മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് വണ്ടി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വന്തമായിട്ട് വണ്ടി എടുത്ത് നമ്മൾ ഊബർ ഓടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ദിവസം 3000 റുപ്യൻ്റെ ഓട്ടെങ്കിലും ഓടണം. അപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം സ്വന്തം വണ്ടി എടുത്ത് ഇറങ്ങിയാൽ മതി. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ആരായാലും റെഡി ക്യാഷിന് എടുക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ലോണിന് നമ്മൾ വണ്ടി എടുക്കണം. ലോണിന് വണ്ടി എടുക്കുമ്പോൾ ഒരു 10,800 അല്ലെ 12,000 റുപ്യ അടവ് വരും. ഒരു 7 കൊല്ലത്തെ അടവൊക്കെ ഇടുകയാണെങ്കിൽ ഒരു 10,000 മാസം അടവ് വരും. പിന്നെ ചിലവ് വരുന്നത് പറഞ്ഞാൽ വണ്ടീനെ സർവീസ് മസ്റ്റാണ്. എല്ലാ മാസവും ഒരു 35-40 ദിവസത്തിനുള്ളിൽ 10,000 കിലോമീറ്റർ ആകുമ്പോൾ സർവീസ് ചെയ്യണം. അപ്പോൾ ഓരോ സെക്ഷന് ഓരോ മാസത്തിലും സർവീസിൻ്റെ കിലോമീറ്റർ കൂടുന്നതനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരും. ഒരു മാസം 4,500 ആണ്, അടുത്ത മാസം 5,000 വരും, പിന്നെ 6,000 വരും, ചിലപ്പോൾ 3,500 ആവും. അപ്പോൾ ഡെയിലി 1000 രൂപ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, വണ്ടിക്ക് മാറ്റി വെക്കണം. പിന്നെ പറഞ്ഞാൽ വണ്ടി ടാക്സി വണ്ടി ആകുമ്പോൾ വണ്ടിക്ക് ഒരുപാട് ചിലവുകൾ വരുന്നുണ്ട്. ടാക്സ് അടയ്ക്കണം, ക്ഷേമനിധി ഉണ്ട്, അതുപോലെ തന്നെ ഇൻഷൂർ വാഗനാറിന് 20,000 രൂപ വരും. 2 വർഷം പുതിയ വണ്ടി എടുക്കാൻ 2 വർഷം കഴിഞ്ഞിട്ട് വർഷത്തിൽ ഇൻഷൂർ ഉണ്ടാവും. 2 വർഷത്തിൽ GPS-ന് ഒരു 3,000, പിന്നെ സ്പീഡ് ഗവർണർ ചെക്കിങ്ങിന് ഒരു 1,500, പിന്നെ ഫിറ്റ്നസിൻ്റെ ചാർജ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം 1000 രൂപ വെച്ച് നമ്മൾ എന്നും മാറ്റി വെക്കാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ നമുക്ക് ഒരു 3,000 റുപ്യ 4,000 റുപ്യ ഓടാൻ പറ്റുക നമുക്ക് ഏറ്റവും നല്ല പണി ഊബർ ഓടുക എന്നുള്ളതാണ്. ഇപ്പം ചില മാസങ്ങളിൽ ഓട്ടം കുറവായിരിക്കും, എല്ലാ ദിവസവും ഓട്ടം ഉണ്ടാവണമെന്നില്ല. അധികം ഓട്ടം ഉണ്ടാകുന്ന ദിവസങ്ങൾ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലൊക്കെ ഓട്ടം ഉണ്ടാവും. ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആവും. ആഴ്ചയിൽ എല്ലാ ദിവസവും ഒരേപോലെ പണി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ സ്വന്തമായിട്ട് എടുത്ത് വരുന്നവരും അല്ലെങ്കിൽ റെൻറ്റിനെടുത്ത് വരുന്നവരും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം വണ്ടി എടുത്ത് വരാൻ. അല്ലാണ്ട് നമ്മൾ വണ്ടി എടുത്ത് എല്ലാവരും പറയും, വീഡിയോ ഇട്ട് പറയും ഭയങ്കര ലാഭമാണ്, വണ്ടി എടുത്ത് ഇറങ്ങി നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്നാണ്. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിന് അതേപോലെ തന്നെ ചിലവുകളുണ്ട്. നമ്മൾ ഉറക്കൊഴിഞ്ഞ് ഓടേണ്ടി വരും. ഞാൻ വണ്ടി ഓടുന്നത് പറഞ്ഞാൽ ഞാൻ വണ്ടി കിടക്കലാണ്, 2 സീറ്റ് ബാക്കോട്ടാക്കിയിട്ട് വണ്ടി കിടക്കലാണ്. ഞാൻ പമ്പിൽ നിന്നാണ് കുളിക്കൽ, ഫ്രഷാല്, ഡ്രസ്സ് അലക്കാൻ കൊടുക്കലാണ്. നമുക്ക് ടൈമിംഗ് ഇല്ല. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും.
നല്ല ഓട്ടമുള്ള സമയത്ത് വലിയ ഹാർഡ് വർക്കൊന്നും വേണ്ടിയില്ല. നമ്മൾ ടൈം ടു ടൈം ഷെഡ്യൂൾ ചെയ്യണം. കൃത്യനിഷ്ഠത എന്നൊരു സാധനം ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ കേട്ടവർ ഇത് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാൻ ആഗ്രഹമുള്ളവർ കൂടുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ നല്ല ടിപ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ വോയിസ് കേട്ട എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു.